ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് 3-ാം തീയതി. അപ്പോൾ ഇന്ന് വേറൊരു ഇതും കൂടെ ഉണ്ട്. ഇന്ന് കർക്കിടക വാവും കൂടെയാണ്. അപ്പോൾ രാവിലെ അതിൻ്റേതായ കുറച്ച് അത്യാവശ്യങ്ങൾക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഓടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. മീൻസ് നമ്മുടെ വണ്ടിയും കൊണ്ടല്ല, പേഴ്സണലായിട്ട് 2 വീലറിലും കൊണ്ട്. അപ്പോൾ അത് കാരണം ഇന്ന് ഒരുപാട് വൈകിട്ടുണ്ട്. ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 11:07 ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഓട്ടം തടയോ എന്നറിയാനായിട്ടാണ്. കഴിഞ്ഞ ശനിയാഴ്ച നമുക്ക് നല്ല ബമ്പറായി നടിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർക്ക് ഇൻ്റർസിറ്റി അടിച്ചായിരുന്നു. അത് നഷ്ടമായിരുന്നെങ്കിൽ കൂടെ നമുക്ക് റിട്ടേൺ കിട്ടിയതുകൊണ്ട് മാത്രം നല്ല ലാഭത്തിൽ വന്നു. അപ്പോൾ അതുപോലെ ഇന്ന് കിട്ടുമോ എന്നറിയില്ല. എന്നാലും അന്ന് കിട്ടിയ പോലത്തെ ഇത്തിരി നഷ്ടക്കച്ചവടത്തിലാവാതിരുന്നാൽ അത്രയും നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം റിട്ടേൺ കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ലാഭമായത്. അപ്പോൾ ഇന്ന് എങ്ങനെയെന്ന് അറിയത്തില്ല. മീൻസ് ഏത് രീതിയിൽ ആണ് ട്രിപ്പ് ഒന്നും അറിയത്തില്ല. ഇന്ന് നല്ല വെയിൽ ഉദിച്ചിട്ടുണ്ട് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. മീൻസ് ഒരു 2-3 ദിവസമായി വെയിൽ ഉദിച്ചിട്ട്. ഇപ്പോഴാണ് ചെറുതായിട്ട്, അതുമാത്രമല്ല നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാടത്തെ വെള്ളം നല്ല രീതിയിൽ താഴ്ന്നിട്ടുണ്ട്. ഇനി എത്ര വലിയ മഴ പെയ്താലും നോ ടെൻഷൻ. കാരണം വെച്ചാൽ നമുക്കത് ലെവലിൽ എത്ര വലിയ മഴ പെയ്താലും അത് ലെവലിൽ നിന്നോളും. എന്ന് വെച്ച് കൂടുതൽ അഹങ്കരിക്കണമെന്നില്ലട്ടാ. കാരണം ഒരു ദിവസം പെയ്ത മഴയിലാണ് നല്ല പോലെ മഴ പെയ്തത്. അതുപോലെ ഒരു 2-3 ദിവസം അടുപ്പിച്ച് പെയ്ത് കഴിഞ്ഞാൽ മുഞ്ചിപ്പോയത് തന്നെ. അപ്പോൾ ഇന്നത്തെ നമുക്ക് ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഓരോ ആപ്പുകളായിട്ട് ഓൺ ചെയ്യാം. അപ്പോൾ ഇന്നലെ വണ്ടി ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. വെള്ളിയാഴ്ച ദിവസം നമുക്ക് ക്ലീനിങ് ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാങ്കിൽ നമുക്ക് 5-ാം തീയതി ഇതിൻ്റെ പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ EMI ഡ്യൂ ചെയ്യുന്നത് 5-ാം തീയതിയാണ്. അപ്പോൾ അക്കൗണ്ടിലാണെങ്കിൽ കാശുമില്ല. എങ്ങനെ പോയാലും 100 രൂപ എങ്ങാണ്ട് ബന്ധമുണ്ടല്ലോ. അപ്പോൾ പകുതി മുക്കാൽ നമ്മുടെ ക്യാഷായിട്ടാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അത് ബാങ്കിൽ കൊണ്ടുപോയി അതിൻ്റെ അടിക്കേണ്ടി വന്നു. പിന്നെ നമുക്ക് ആക്സിസ് ബാങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടിക്കാനുണ്ടായിരുന്നു. അത് ഞാൻ ഓൺലൈൻ വഴി നോക്കിയിട്ട് കിട്ടിയില്ല. കാരണം വെച്ചാൽ ഓൺലൈൻ വഴി ആക്സിസ് ബാങ്കിൻ്റെ അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമാണ് അതുവഴി ചെയ്യാൻ പറ്റുള്ളൂ. ഗൂഗിൾ പേ, ഫോൺ പേ അതിലൊക്കെ അടിച്ചിട്ട് ഭയങ്കരമായിട്ട് എന്തൊക്കെ ഓപ്ഷൻസൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആകപ്പാടെ ലിങ്ക് ആവുള്ള അങ്ങനത്തെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അത് കാരണം ഞാൻ നേരെ പോയി ആക്സിസിൻ്റെ ബ്രാഞ്ചിൽ പോയിട്ട് സംഭവം സെറ്റാക്കി. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലായിരുന്നു ഉച്ചവരെ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം നല്ലൊരു മഴയ്ക്ക് ശേഷം നമുക്ക് വെയിലൊന്ന് ഉദിച്ചപ്പോൾ ക്ലീനിങ്ങിലേക്ക് കടന്നു. എന്ന് വെച്ചാൽ ഇൻറ്റീരിയർ മാത്രമേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് അന്ന് പാലയിലൊക്കെ ട്രിപ്പ് കിട്ടിയപ്പോൾ നല്ല മഴയുള്ള ദിവസമായതുകൊണ്ട് തന്നെ നല്ല ചെളി ഉണ്ടായിരുന്നു. അകത്ത് സീറ്റ് കവറുമേ അങ്ങനെയൊക്കെ ആയിട്ട് ചെളി ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ടായിരുന്നു ഇന്നലത്തെ ആ ദിവസം തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇന്ന് യാത്ര ക്യാബ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒല ക്യാബ് നോക്കാം. ഒല ക്യാബിൽ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല ഈ ആഴ്ച. അതുകൊണ്ട് തന്നെ നമുക്ക് നെഗറ്റീവ് ബാലൻസും ഇല്ല. നോക്കിയേക്കാം. കാരണം ഈയിടെയായിട്ട് എനിക്ക് നല്ല രീതിയിൽ മറിവുണ്ട്. ഇല്ല ഇങ്ങോട്ടേക്കാണ്. ഇതായി. ഇതാണ് യാത്ര ക്യാബിൻ്റെ ഒല ക്യാബിൻ്റെ ഒരു പ്രശ്നം. ഇതാണ്, ഒന്ന് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആപ്പ് ഒന്ന് ഇത് ലോഡ് ചെയ്ത് വരണം. അപ്പോൾ അത് ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് യൂബറിലേക്ക് കിടക്കാം. യൂബറിൽ ഏകദേശം വന്ന് പാലയിലേക്ക് പോയതിൻ്റെ നെഗറ്റീവ് ബാലൻസ് ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കാരണം ഇത് ഫീസാണ് കേട്ടോ. അപ്പോൾ അന്ന് വ്യാഴാഴ്ച ദിവസം നമ്മൾ ട്രിപ്പ് എടുത്തതിൻ്റെ ഫീസാണ്. ഇവിടെ 3 ട്രിപ്പ് 49 രൂപ. അതുകൂടാണ്ട് കമ്മീഷൻ വേറെ അവർ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് പലരും യാത്രയും മറ്റ് കാര്യങ്ങളിലൊക്കെ കിടക്കുന്നത്. പക്ഷേ യാത്ര മൂവിങ് ആയിട്ടില്ല. മൂവിങ് ആയി കഴിഞ്ഞ് ഇവരുടെ 49 രൂപ കമ്മീഷൻ പ്ലാറ്റ്ഫോം ഫീയും ഒഴിവാക്കും. അപ്പോൾ നമുക്കിതും ഓൺലൈനാക്കാം. അപ്പോൾ 3 ആപ്പും ഓൺലൈനാക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രിപ്പ് ഫസ്റ്റ് യൂബർ തന്നെ തരാനാണ് സാധ്യത. അപൂർവം മാത്രമാണ് നമുക്ക് യാത്രയിൽ നിന്ന് ട്രിപ്പ് അടിക്കുന്നത് ഇവിടുന്ന്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ആരാണ് ഫസ്റ്റ് ട്രിപ്പ് അടിക്കുന്നതെന്ന്. അതും എത്ര സമയം കൊണ്ടാണ് അടിക്കണേന്ന് നോക്കാം. ഇപ്പോൾ സമയം 11 കാലമായിട്ടുണ്ട്. ഏകദേശം ട്രിപ്പ് അടിക്കാനുള്ള പിക്ക് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് നോക്കാം ആരാ ഫസ്റ്റ് ട്രിപ്പ് അടിക്കണേന്ന്. അപ്പോൾ എല്ലാവർക്കും MC ക്യാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാം ട്രിപ്പിനായിട്ട്. എന്നിട്ട് ട്രിപ്പ് കിട്ടുമ്പോൾ നമുക്ക് ആ സ്ഥലത്തേക്ക് പോയി അടുത്ത വീഡിയോ കാണാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ആദ്യത്തെ ഓട്ടോ അടിച്ചിട്ടുണ്ട്. നമ്മുടെ യൂബറിൽ നിന്നാണ്, അങ്കമാലി സൈഡിലേക്കാണ്. അപ്പോൾ നമുക്ക് പോയി എടുക്കാം.
ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് യൂബർ കിട്ടിയ ട്രിപ്പ് കഴിഞ്ഞായിരുന്നു കേട്ടോ. അത് അങ്കമാലി ടൗണിൽ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒന്നും പാർക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് പെരുമ്പാവൂർ റൂട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ എയർപോർട്ടിലേക്ക് തിരിയുന്ന ആ ജംഗ്ഷനിൽ അവിടെ ബസ് സ്റ്റോപ്പിന് അടുത്തായിട്ടാണ് ഇവിടെ തന്നെ നമ്മുടെ MC റോഡിൽ തന്നെ പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ചില സമയത്ത് നമ്മുടെ അവസ്ഥ. ഏകദേശം പാർക്കിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ 1.5 കിലോമീറ്ററോളം നമുക്ക് ചില സ്ഥലത്തേക്ക് പോവേണ്ടി വരാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിൽ മിക്കപ്പോഴും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 302 രൂപയാണ്. നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റാണ്. അപ്പോൾ 302 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്തിരി മൂവിങ് ഇത്തിരി കുറവാണ്. ട്രിപ്പ് അടിക്കാനുള്ള സാധ്യത ഏകദേശം ഒരു അതായത് ലോക്കലി ആരെങ്കിലും ബുക്ക് ചെയ്താലുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ കിട്ടാവുന്നത് നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ നിന്നുള്ള ബുക്കിംഗ് മാത്രം നിലവിൽ കൂടുതലായിട്ട് പറയാനുണ്ടാവുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടീംസ് മാത്രമേ ഈ സമയത്ത് അധികം ബുക്കിങ്ങിന് വരാറുള്ളൂ. ഏറ്റവും കൂടുതൽ കണ്ടു വന്നേക്കുന്നത് ഏകദേശം ഒരു 1 മണി 1:30 ടൈമിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് കണ്ടു വന്നിട്ടുള്ളത് ഈ ലിറ്റിൽ ഫ്ലവറിൽ നിന്നുള്ളത്. അല്ലെങ്കിൽ ഇവിടുന്ന് ലോക്കലായിട്ടുള്ള ടീംസ് വല്ലതും വിളിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ഇവിടെ ആണെങ്കിൽ നല്ല വെയിലും ഉണ്ട്. ചിലപ്പോൾ ഇവിടുന്ന് മാറ്റി നിർത്തേണ്ടി വരും എന്ന് തോന്നുന്നു. ഇന്നാണെങ്കിൽ നല്ല വെയിലുണ്ട്. ഇത്ര ദിവസം പെയ്തതിൻ്റെയൊക്കെ മഴ പെയ്തതിൻ്റെയൊക്കെ ഒന്നിച്ച് വെയിലടിക്കുക തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ വേറൊരു ആപ്പ് ഓൺ ചെയ്യാനുണ്ട്. നമ്മൾ യാത്ര ഓഫ് ചെയ്തിട്ട് ഓല ക്യാബ് ഓഫ് ചെയ്തിട്ടേക്കണായിരുന്നു. അത് നമുക്ക് ഓൺ ചെയ്തിട്ടേക്കാം. ഇവിടുന്ന് പിന്നെ ട്രിപ്പ് എയർപോർട്ട് തൊട്ടടുത്തുണ്ട്. ഒരു 4 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ എയർപോർട്ടായി. പക്ഷേ വേണ്ട, എയർപോർട്ടിൽ ചെന്നാലും നമുക്ക് വെയിറ്റിംഗ് ആണ്. ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. കിട്ടിയില്ലെങ്കിൽ മാത്രം നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും വെയിറ്റിംഗ്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്കിപ്പോൾ ലാ ക്യാബിൽ ഒരു അടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല. എന്താണ് സംഭവം എന്നറിയില്ല. പിന്നെ അങ്ങേര് ക്യാൻസൽ ചെയ്താണോ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതായിപ്പോയി. മീൻസ് ഞാൻ ഞെക്കിയപ്പോഴത്തേക്കും ക്യാൻ നോട്ട് ബി അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ മെസ്സേജ് അങ്ങോട്ട് കാണിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ അത് നല്ല ലോങ്, അത് എടപ്പള്ളി വരെ കിട്ടിയ ട്രിപ്പായിരുന്നു. ഏകദേശം നല്ലൊരു ഫണ്ട് തന്നെ കൈ കിട്ടാവുന്നൊരു എമൗണ്ട് ഒരു ട്രിപ്പായിരുന്നു അത്. പക്ഷേ ആകെപ്പാടെ ഡെസ്പായി പോയി. ഇവിടുത്തെ രക്ഷപ്പെടാതെ വെച്ചപ്പോൾ അതും പോയി കിട്ടി. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തോരം സമയം വെയിറ്റ് ചെയ്തിട്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ വെയിലിനെ മറിക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ആ സിൽവർ ഷീറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയൊക്കെയാണ്. എന്നിരുന്നാലും ചൂടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ വണ്ടി ഓൺ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഹീറ്റായി. അപ്പോൾ അന്ന് തണുപ്പിക്കാനായിട്ടാണ് വണ്ടി ഓൺ ചെയ്ത് ഇട്ടേക്കണേ. അപ്പോൾ പിന്നെ ഒരു മഴക്കാറും ഒക്കെ ഉണ്ട്. കണ്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്. എന്നാലും നമുക്ക് വീണ്ടും വെയിറ്റിംഗ്, അത്രേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതുവരെയായിട്ടും ട്രിപ്പൊന്നും കിട്ടിയില്ല. സമയം ഇപ്പോൾ 1:40 ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം വരെ നമ്മൾ MC റോട്ടിലാണ് വെയിറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാനുള്ള, അതായത് നേരെ നല്ല പോലെ വെയിലടിക്കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറി, അത് മാത്രമല്ല അതൊരു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തും കൂടെ ആയിരുന്നു. അപ്പോൾ നേരെ നമ്മുടെ എയർപോർട്ട് റോഡ് കയറിയിട്ട് അവിടെ സൈഡ് ഒരുപാട് ടോറസും ടിപ്പറൊക്കെ പാർക്ക് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിൽ ഒരു സൈഡ് നോക്കി നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ടാണ് മെയിനായിട്ട് ഉദ്ദേശം. ഇപ്പോൾ സമയം 1:40 അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചിട്ടാവും ഇനി യാത്ര. ഇനിയിപ്പോൾ മൊത്തത്തിലൊരു ഇവിടുന്ന് ട്രിപ്പ് അടിക്കാനായിട്ട് ഭയങ്കര ശോകമായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1:30 വരെ വെയിറ്റ് ചെയ്ത് നല്ല ഏതെങ്കിലും രീതിയിൽ ട്രിപ്പ് അടിച്ചാലോ എന്ന് വിചാരിച്ചാണ് 1:30 വരെ വെയിറ്റ് ചെയ്ത്. ഇപ്പോൾ അതിൽ കൂടുതൽ ടൈം ആയിട്ടുണ്ട്. മാത്രമല്ല നല്ലപോലെ വിശക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ ആപ്പെല്ലാം ഓഫ് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ചിലപ്പോൾ ഏത് സമയത്തും ട്രിപ്പ് അടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെയായിരിക്കും അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടാവാം ബാക്കി ഓൺ ട്രിപ്പും മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഇവിടുന്ന് കിട്ടുമോ ഇല്ലെന്ന് അറിയില്ല. എങ്ങനെയായാലും ഞാൻ
ഇവിടുന്ന് ഒരു അടി കിട്ടിയിട്ട് ഇനി ആലുവയിലൊക്കെ അല്ലെങ്കിൽ എറണാകുളത്തൊക്കെ ഉള്ളു. വെറുതെ കാലിയടിച്ച് പോകാനുള്ളൊരു ഇതില്ല, മൈൻഡില്ല. അപ്പോൾ ഇവിടുന്ന് വൈകുന്നേരം ടൈമുകളിൽ ട്രിപ്പ് അടിക്കാറുണ്ട്. മറ്റേ ഇവിടെ തൊട്ടടുത്ത് ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ആലുവയിലേക്ക് ട്രിപ്പ് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്കപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു. അതിന് ശേഷം നമ്മൾ എയർ ഫ്രഷ്നർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. എയർ ഫ്രഷ്നറിൻ്റെ സ്മെല്ല് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ. ഇനി നമുക്ക് യൂബർ ഓൺ ചെയ്യാം കേട്ടോ. യൂബർ അപ്ഡേഷനൊക്കെ ഉണ്ടായി. യൂബർ അപ്ഡേറ്റ് ചെയ്യാനുണ്ടായി, നമ്മുടെ ഓല ക്യാബ് അപ്ഡേറ്റ് ചെയ്യാനുണ്ടായി, ഗൂഗിൾ മാപ്പും അപ്ഡേറ്റ് ചെയ്യാനുണ്ടായി. അപ്പോൾ ഈ 3 ആപ്പും നിലവിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഇത് ഓൺലൈൻ ചെയ്തിട്ടുണ്ട്, ഓൺലൈനാക്കിയിട്ടുണ്ട്. യൂബർ ഓൺലൈനാക്കിയിട്ടുണ്ട്. പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. എന്ത് അപ്ഡേഷനാണ് വന്നേക്കണേന്ന് ആർക്കറിയാം. അത് സാധാ അപ്ഡേറ്റ് ആയിരിക്കണം. പിന്നെ ഈ ട്രിപ്പ് റഡാറിൻ്റെ പുതിയൊരു സംഭവം വന്നിട്ടുണ്ടല്ലോ, അത് അപ്ഡേഷനാണോ ഒന്നും അറിയത്തില്ല. ഇത് പിന്നെ അന്നും ഒരേപോലെ തന്നെ. ഗൂഗിൾ മാപ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് അപ്ഡേഷൻ ചെയ്യാനുണ്ടെങ്കിൽ ചില ടൈമിൽ നമ്മൾ ഇത് ചെയ്യാൻ നേരത്ത് ഗൂഗിൾ മാപ്പിൻ്റെ ആപ്പിലേക്ക് നമുക്ക് ഇത് പോകാൻ പറ്റത്തില്ല, അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കറിയാൻ പാടില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാവും. അതുമാത്രമല്ല, ഇത് അപ്ഡേഷൻ ചെയ്ത് ഇൻസ്റ്റാൾ ആവാനായിട്ട് ഏകദേശം 1 മിനിറ്റോളം സമയം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യും. എല്ലാം മെയിനായിട്ട് ഗൂഗിൾ മാപ്പാണ് ചെക്ക് ചെയ്യുന്നത് അപ്ഡേഷൻ ഉണ്ടോ എന്നറിയാനായിട്ട്. ബാക്കിയുള്ളത് പിന്നെ നമുക്ക് നോക്കിയില്ലെങ്കിലും വലിയ സീനൊന്നുമില്ല. നമ്മളാ ഇതിൻ്റെ താഴെ നിർത്തിയിടാന്നാണ് വിചാരിച്ചത്. അവിടെ ഒരു വണ്ടി കിടക്കണ്ടായിരുന്നു ഓൾറെഡി. അത് ഒരു തമിഴ്നാട് വണ്ടിയായിരുന്നു. അത് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോയായിരുന്നു. പക്ഷേ വീണ്ടും മഴക്കാറൊക്കെ കണ്ടിട്ട് ഞാൻ ആ തീരുമാനം മാറ്റി. നമുക്ക് ഇവിടെ തന്നെ സ്റ്റേ ചെയ്താൽ മതി, സേഫായിട്ടിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിപ്പോൾ ഓട്ടം കിട്ടിയത് ഏകദേശം 4.25 മണിക്കൂറായപ്പോഴാണ്. 4 മണിക്കൂറിന് ശേഷമാണ് നമുക്ക് ഒരു ഓട്ടം കിട്ടിയേക്കണം. അത് അങ്കമാലിയിൽ നിന്ന്. അപ്പോൾ നമുക്ക് വേഗം പോയി പിക്ക് ചെയ്യാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് അങ്കമാലിയിൽ നിന്ന് കിട്ടിയ ട്രിപ്പ് നമ്മുടെ ഇങ്ങോട്ടേക്കായിരുന്നു, ആലുവ ചൂണ്ടിയിലേക്കായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ട്. നമ്മൾ ആലുവ വഴിയാണ് വന്നത്. നല്ല ബ്ലോക്ക് എന്ന് വെച്ചാൽ നല്ല ബ്ലോക്ക് ഉണ്ട്. ഏകദേശം ആലുവ സൈഡിലേക്കാണ് ബ്ലോക്ക് കൂടുതൽ. നിരനിരയായിട്ട് വണ്ടികൾ ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് വന്ന വഴി കുഴപ്പമില്ല, ഫ്രീ ആണ്. അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ നമ്മുടെ ഹോം ഡെസ്റ്റിനേഷൻ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ തന്നെ വൈകുന്നേരമായി 5:30. നമുക്കിപ്പോൾ കിട്ടിയേക്കണം മൊത്തം കളക്ഷൻ എന്ന് പറഞ്ഞാൽ 655 രൂപയാണ്. ഇനി നമുക്ക് വൈകുന്നേരം കളക്ഷൻ വെച്ച് ഇന്ന് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആലുവ സൈഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഹോം ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആലുവ ടൗണിലേക്ക് ഏകദേശം ഒരു 3-4 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും എളുപ്പമായി, അത്രയും കാലി അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടേക്കുന്നത്. ഉറപ്പൊന്നുമില്ല ഓട്ടം കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം ഇനി ആരെങ്കിലും റെയിൽവേ സ്റ്റേഷൻ പോണവരുണ്ടെങ്കിൽ കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഓല ക്യാബ്സിൽ ഹോം ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ സ്ഥിരം ഹോം ഡെസ്റ്റിനേഷനായ എയർപോർട്ടിലേക്കാണ്. കാരണം വെച്ചാൽ ഒരിക്കലും ഓല ക്യാബിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടത്തില്ല. എൻ്റെ വീടിൻ്റെ അങ്ങോട്ടേക്ക് ഓട്ടം കിട്ടത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരും അങ്ങനെ ഓല ക്യാബ് യൂസ് ചെയ്യണവരുമില്ല. അപ്പോൾ മെയിനായിട്ട് എയർപോർട്ടിലേക്കാണ് ഓല ക്യാബ്സ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ അടി പോണത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ എയർപോർട്ടിലേക്ക്, അത് മാത്രമല്ല നല്ലൊരു എമൗണ്ടും കിട്ടും ഓല ക്യാബ്സിലാണെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ ഹോം ഡെസ്റ്റിനേഷനായിട്ട് ഓല ക്യാബ്സിൽ എയർപോർട്ട് ചൂസ് ചെയ്തേക്കുന്നത്. അവിടെ നിന്ന് പിന്നെ കാലി അടിച്ചാലും വലിയ സീനൊന്നും, കാരണം എപ്പോഴും കാലി അടിക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓല ക്യാബ്സിൽ എയർപോർട്ടിൽ നല്ല ചാർജ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് റിട്ടേൺ കാലി ആയാലും വലിയ സീനൊന്നുമില്ല.
പക്ഷേ യൂബറിൽ ഞാനെപ്പോഴും ഇടുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി തന്നെയാണ് ഹോം ഡെസ്റ്റിനേഷനായിട്ട് ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ യൂബർ ആ ഏരിയയിൽ ഇഷ്ടംപോലെ ആൾക്കാർ ചൂസ് ചെയ്യണതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം 5:40 ഏകദേശം 6 മണിയോളം അവറായിട്ടുണ്ട്. എനിക്കറിയാമായിരുന്നു ഈ സമയം. ഞാൻ നേരത്തെ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഏറ്റവും കൂടുതൽ അടി. പിന്നെ ഞാൻ അവിടുന്ന് വിട്ട് പോരാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വിട്ടു പോരാനാണെങ്കിൽ ഇഷ്ടംപോലെ കിലോമീറ്റർ വരേണ്ടി വരും. ഏകദേശം അടുത്ത് തന്നെയാണ് 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ അവിടുന്ന് 4 കിലോമീറ്ററോളം എയർപോർട്ടിലേക്ക് ഉണ്ട്. എയർപോർട്ടിലേക്ക് 4 കിലോമീറ്റർ, എയർപോർട്ടിൽ നിന്ന് അത്താണി വരെ 5 കിലോമീറ്റർ, അപ്പോൾ 9 കിലോമീറ്റർ. പിന്നെ അവിടെ നിന്ന് നമ്മുടെ ആലു വരെ ഏകദേശം 5-6 കിലോമീറ്ററോളം ഉണ്ട്. 6 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എത്ര 9-6 15 കിലോമീറ്റർ മൊത്തം കാലി ഓടിക്കേണ്ടി വരും. ഇതിപ്പോൾ നമുക്ക് അത്രയും ഒഴിവായി കിട്ടി. നമുക്ക് ഇവിടം വരെ ആലു വരെ കിട്ടിയിട്ടുണ്ട്. കാലി ഓടാതെ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കാലി ഓടേണ്ടി വരും എന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് കുറച്ച് കിലോമീറ്റർ ഒഴിവാക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്കമാലിയിൽ നിന്ന് കാലടിച്ച് തന്നെയാണെങ്കിൽ പോലും ഇപ്പോൾ ആലുവ വന്നിട്ട് ഓട്ടോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നേരെ വീട്ടിലേക്കായിരിക്കും പോകണത്. അപ്പോൾ ഏകദേശം ഈ 15 കിലോമീറ്റർ എന്ന് പറയുന്നത് വീണ്ടും കൂടും. നല്ലൊരു കിലോമീറ്റർ കാലിയായിട്ട് ഓടേണ്ടി വരും. ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് കാലി വരെ ട്രിപ്പ് കിട്ടിയപ്പോൾ ഏകദേശം 9 അഥവാ കാലി ഓടേണ്ടി വന്നാൽ പോലും ഇവിടുന്ന് 8 അല്ലെങ്കിൽ 10 കിലോമീറ്റർ വരും വീട് വരെ. ഇല്ല, വീട് വരെ അത്രയും പറ്റില്ല. ഏകദേശം 8 കിലോമീറ്റർ 9 കിലോമീറ്ററോളം വരും. അത്ര ഓടിയാൽ മതി. മറ്റേതാണെങ്കിൽ ഏകദേശം 10-ന് മേളിലേക്ക് പോകുന്നുണ്ട്. എന്നാലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് കിട്ടണമെന്ന് നോക്കാം. ആലുവ റെയിൽവേ സ്റ്റേഷൻ വരെ ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് പിന്നെ 6 കിലോമീറ്റർ കാലി അടിക്കേണ്ടി വരും. ഞാൻ തോട്ടുമുഖം എന്നാലും 10 കിലോമീറ്റർ എന്തോ ഇങ്ങനത്തെ ഒരു ഓട്ടം. ഓക്കെ, നമുക്ക് എടുക്കാം കേട്ടോ. ഒന്നും നോക്കാനുള്ള എടുക്കുകയാണ്. ഇത് നമ്മുടെ കീഴ്മാടിൻ്റെ ഉള്ളിലേക്കാണ്. കുറച്ച് ഓട്ടമുണ്ട്, ഓട്ടക്കുള്ളുണ്ട് കേട്ടോ. കുറച്ച് ഓട്ടക്കുള്ളുണ്ട്. തോട്ടുമുഖത്തേക്കാണ്. എന്നാലും കുഴപ്പമില്ല. ആലുവയ്ക്ക് അടുത്താണ്. നമുക്ക് പോയി എടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നേരത്തെ കണ്ട യൂബർ ട്രിപ്പ് എങ്ങോട്ടായിരുന്നെന്ന് വെച്ചാൽ ഏലം കൺവെൻഷൻ സെൻറ്ററിൽ നിന്ന് നമ്മുടെ തോട്ടുമുഖം കല്ലുങ്കൽ ലൈന് ഏകദേശം നമ്മുടെ കാസിനോ തിയേറ്ററിൻ്റെ ഒക്കെ ഏകദേശം ഒരു കിലോമീറ്ററിന് മുമ്പായിട്ട് വരും ഡ്രോപ്പ് ലൊക്കേഷൻ. അപ്പോൾ അങ്ങോട്ടേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം 117 രൂപയാണ് നമുക്ക് കിട്ടിയത്. ഡിസ്പ്ലേയിൽ കാണിച്ചത് 117 രൂപ തന്നെ ആയിരുന്നു. ആദ്യമായിട്ടാണ് നമുക്ക് ഡിസ്പ്ലേ കാണിക്കുന്ന എമൗണ്ട് അതേപടി യൂബർ നമുക്ക് തന്നത്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2.5 കിലോമീറ്ററോളം നമുക്ക് പോയി പിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൽ 1.5 കിലോമീറ്ററോളം ഡ്രോപ്പ് ലൊക്കേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2, 1, 3, 4 കിലോമീറ്ററോളം നമുക്ക് ഓടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ കിലോമീറ്ററിന് 25 രൂപ 25-ന് മേലേക്ക് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. നമുക്ക് കറക്റ്റായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഓടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആലുവ പൈപ്പ് ലൈൻ റോട്ടിൽ, അതായത് സീനത്തിൻ്റെ അവിടെയുള്ള പൈപ്പ് ലൈൻ റോട്ടിൽ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതായത് ഞാൻ ഉദ്ദേശിച്ച പോലെ ആലുവ വരെയെങ്കിലും എത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ട്രിപ്പ് അടിച്ചാലും ഇല്ലെങ്കിലും കാലി അടിച്ച് നിസ്സാര കിലോമീറ്റർ കാലി അടിച്ചാൽ മതി. ഞാൻ നേരത്തെ രാവിലെ ഉച്ചക്കാണ് കൂട്ടിയ പോലെ വലിയൊരു കിലോമീറ്ററൊന്നും വേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. അടുത്ത ട്രിപ്പ് കിട്ടുമോ എന്ന് നോക്കാം. കിട്ടിയില്ലെങ്കിൽ നമുക്ക് കാലി അടിക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതുവരെയായിട്ട് ഓട്ടോ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ പതിയെ വീട്ടിലേക്ക് മൂവ് ചെയ്യാൻ പോണേണ്. പോകുന്ന വഴിക്ക് വല്ല ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാമെന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് മൊത്തം കിട്ടിക്കണ എമൗണ്ട് എന്ന് പറയുന്നത് 772 രൂപ. അപ്പോൾ 772 രൂപ ഏകദേശം നമുക്ക് ഡീസൽ ഉണ്ട്, ആവശ്യത്തിന് ഉണ്ട്. അപ്പോൾ നാളെയും കൂടെ ഓടിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കാൻ പറ്റത്തുള്ളൂ. നാളെ നല്ല ഓട്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് കറക്റ്റായിട്ട് ക്ലിയറായിട്ട് വരത്തുള്ളൂ. എന്തായാലും ഇപ്പോൾ 772 രൂപ ഇന്നത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 500 രൂപ നമുക്ക് ഡീസലിൻ്റെ ആയിട്ട് മാറ്റി വച്ചേക്കാം. അപ്പോൾ ഇന്ന് 500 രൂപ മാറ്റി വെക്കാം. അപ്പോൾ നാളെ നമുക്ക് ബാക്കി 1000 രൂപ കളക്ഷൻ കിട്ടുന്ന രീതിയിൽ 1000 അല്ലെങ്കിൽ 1000-ന് മേളിലൊക്കെ ആവാം. കാരണം ഡീസലിൻ്റെ റേഷ്യോ കുറച്ച് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ
ഇന്നത്തെ എമൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ 200 ചില്ലാനെ നമുക്ക് അധിക വരുമാനമായിട്ട് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 500 രൂപ ഡീസലൊക്കെയാണ് കൂട്ടിക്കഴിഞ്ഞാൽ 200 ചില്ലാൻ രൂപ നമുക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 200 ചില്ലാൻ രൂപയിൽ ഏകദേശം 272 രൂപയാണ് നമുക്ക് അപ്പോൾ അധികമായിട്ട് കിട്ടിയിട്ടുള്ളത്, ഡീസൽ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട്. അപ്പോൾ അത് നമ്മുടെ ഏതെങ്കിലും പേഴ്സണൽ ചിലവായിട്ട് ഇന്ന് എന്തായാലും പോകും, അത് ഉറപ്പുള്ള കേസാണ്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയാനായിട്ട് നമ്മൾ ഓട്ടം വളരെ മോശമായിരുന്നു. ഓട്ടം ഇല്ലയെന്ന് തന്നെ പറയാം. ഏകദേശം നമ്മൾ 4 മണിക്കൂറോളം നമുക്ക് ഇത് പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ കാലി ഓടാനാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ഏകദേശം നമുക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സിറ്റി ആലുവ, ഇവിടുന്ന് ഇനി പോകുമ്പോൾ ഓട്ടം കിട്ടുമെന്ന് അറിയില്ല. ഓട്ടം കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടം വരെ എത്തി തന്നെ എന്തോ ഭാഗ്യമാണ്, ഇല്ലെങ്കിൽ പിന്നെ എന്തോരം കാലി അടിക്കേണ്ടി വന്നു തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. എളമക്കര അല്ലല്ല, അത് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ഇപ്പോൾ വന്ന യാത്രയിലാണ്, അത് എടപ്പള്ളി സൈഡിലേക്കാണ്. അത് പെട്ടെന്ന് വന്നു അപ്പം തന്നെ പോയി. അത് നമുക്ക് കിട്ടിയിട്ടും വലിയ കാര്യം ഉണ്ടായില്ല. 30 സൈഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ എടുക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ശനിയാഴ്ച ആയിട്ട് പോലും ഭയങ്കര ശോകമായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ ഇതടിക്കുക, ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്നാലാണ് നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു ചേഞ്ചൊക്കെ വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്.